അതായത് നമ്മൾ സിനിമയ്ക്കുള്ളിലെ സിനിമ പലതരത്തിൽ കണ്ടിട്ടുണ്ട്, അതിനെല്ലാം ഗ്ലോറിഫൈ ചെയ്ത് റൊമാൻറ്റിസൈസ് ചെയ്ത് കാണിച്ചിട്ടുള്ളൂ. പക്ഷെ ഇതിൽ ശരിക്കും റിയാലിറ്റി ബേസ് ചെയ്ത് ശരിക്കും സിനിമാക്കാരെ അനുഭവിക്കുന്ന കാര്യങ്ങൾ നല്ല പച്ചയ്ക്ക് കാണിച്ചിട്ടുണ്ട്. ഡയറക്ടർ അയാളുടെ ഒരു വിഷനോടുകൂടി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. കിട്ടണം നല്ല 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 രസമുണ്ട്. അടിപൊളി പടം, കിട്ടുപടം, അടിപൊളി നല്ല പടം. അവരുടെ തോട്ട്സും എല്ലാം നല്ല രീതിയിൽ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ല മൂവിയാ, അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ അഭിനയം. അടിപൊളിയാണ്, നല്ല പടം. മോളിവുഡ് ടൈംസ് നല്ലൊരു വെറൈറ്റി സ്റ്റോറി ഉണ്ട്, വെറൈറ്റി ടൈപ്പ് വരുന്നുണ്ട്, ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. ഈ സിനിമയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമ പോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഗ്ലോറിഫൈ ചെയ്യുന്ന പരിപാടിയില്ല. അതായത് ഒരു ഗോഡ് ഫാദർ ഉണ്ടാവുക, ഇപ്പോൾ സിനിമയെക്കുറിച്ചാണ് ഈ സിനിമ സംസാരിക്കുന്നത്, അത് നല്ലത് ചെയ്താൽ നല്ലത് സംഭവിക്കുക, അതൊന്നും അല്ല ഈ സിനിമയിൽ നടക്കുന്നത്, അല്ലെങ്കിൽ റിയൽ ലൈഫിൽ നടക്കുന്നതെന്ന് വളരെ പച്ചയ്ക്ക് പറഞ്ഞിരിക്കുകയാണ്. നല്ലൊരു ക്യാരക്ടറുണ്ട് പുള്ളിക്ക്. കാരണം കോമഡി എന്നുള്ളതല്ല, അദ്ദേഹത്തിന് നസ്ലീന് പറ്റിയൊരു പക്വതയാർന്നൊരു ക്യാരക്ടർ കൊടുത്ത്, പിന്നെ ജഗദീഷ് ഏട്ടൻ, ബിനു പപ്പൻ ഇതിൽ അഭിനയിച്ച്, സംഗീത്, പിന്നെ ഷറഫുദ്ദീൻ, എല്ലാവർക്കും ഒരു പ്രത്യേക വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറുകൾ കൊടുത്ത് നമ്മൾ സിനിമക്കുള്ളിലെ കഥകൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാം. ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കാൻ സാധിക്കും.